നല്ല മഴയുണ്ട്. മഴക്കാറ് ഇങ്ങനെ മഴ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും എനിക്ക് നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് തോന്നി. ഞാനിങ്ങനെ മോണിറ്റൈസേഷൻ്റെ പടിവാതിക്കൽ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഇടുന്നതിൽ അല്ലെങ്കിൽ ഇടുന്നതിൽ തന്നെ കണ്ടൻറ്റിൻ്റെ ഒരു അഭാവം കാരണം ഞാൻ ശ്രദ്ധിക്കുന്നില്ല. അതാണ് സത്യം. ഒരു കാര്യത്തെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് ശരിക്കും പാടുള്ളൂ. അപ്പോഴാണത് ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ. എന്നാൽ എനിക്കെൻ്റെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് അതിന് സാധിക്കാതെ വരികയും വാച്ച് അവറിലൊക്കെ ഒരു ലേശം മങ്ങൽ സംഭവിക്കുകയും ചെയ്തു. ഒരു 1-2 ദിവസം കൊണ്ട് മോണിറ്റൈസേഷൻ ആവണ്ട അത്രയ്ക്കുള്ളൂ ശരിക്കും പറഞ്ഞാൽ. പക്ഷേ കണ്ടൻറ്റിൻ്റെ അഭാവം കൊണ്ടും ഞാനിടുന്ന വീഡിയോസിൻ്റെ ക്വാളിറ്റി കുറവ് കൊണ്ടും ഇത്തിരി ഒന്ന് ലാഗ് ചെയ്യുകയാണ്. അപ്പോൾ പരമാവധി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ആ മോണിറ്റൈസേഷൻ്റെ ആ കടമ്പയൊന്ന് കടക്കാനായിട്ട് നിങ്ങൾ സഹായിക്കണം എന്ന് ഞാൻ പറയുകയാണ് കേട്ടോ. പിന്നെ 3 വർഷം മുമ്പുള്ള ഈ യാത്രയിൽ ഞാൻ ഒട്ടും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെയൊരു നമുക്ക് ആഗ്രഹമുണ്ട്. മോണിറ്റൈസേഷൻ നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ, പിന്നെ അതിൽ നിന്നുള്ള വരുമാനവും കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇങ്ങനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും അത് ഇത്രത്തോളം ഇങ്ങനെ എത്തുമെന്നുള്ള ആ ഒരു അത് വളരെ പെട്ടെന്നായിരുന്നു. അതിലേക്ക് എത്താൻ കാരണം ഒരു 2 വീഡിയോസാണ്. ഒന്ന് രേണുസുതി പിന്നീടായിരുന്നു. ആദ്യം ഷാജി ആ കുട്ടിയെക്കുറിച്ചും പിന്നെ ഈ രേഷ്മ തങ്കച്ചൻ രേഷ്മ എന്ന് ഇപ്പോൾ വരണല്ലോ കേട്ടോ. അതെന്താണോ ഈ രേണുസുതിയെക്കുറിച്ചും ഉള്ള അങ്ങനെ 2 വീഡിയോസ് അത് ഇട്ടപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഇത്രത്തോളം എത്താനായിട്ട് സാധിച്ചത്. അന്നൊക്കെ ഞാൻ അതേക്കുറിച്ച് പഠിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ കുഞ്ഞിൻ്റെ 90 ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ആയപ്പം ഒരു സിംഗിൾ പേരൻ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഒരു കൈത്താങ്ങിന് ഒരാളില്ലാത്തതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൂടി ഡീൽ ചെയ്യുമ്പോൾ വന്ന ഒരു പാളിച്ചയാണത്. അത് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ എന്നും പറയുന്ന പോലെ അത്ര കപ്പാസിറ്റി ഉള്ള ഒരു ആളല്ല ഞാൻ, ബോഡി കപ്പാസിറ്റി. അപ്പോൾ ശരീരം വീക്കാവുമ്പോൾ മൈൻഡും പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കൂടി വരുമ്പോൾ മൈൻഡും നല്ലതുപോലെ പ്രശ്നമായിട്ട് രണ്ടും കൂടി ഒരു ഒത്തുചേർന്നങ്ങോട്ട് പോകാത്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റാതെ വന്നു. ഇപ്പോൾ പിന്നെ ജോലി കയറി. അപ്പോൾ ആ ജോലിയുടെ തിരക്ക്, എന്നാലും ഞാൻ ജോലി ഇപ്പോൾ ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം മാറ്റിവെച്ച് ജോലിയിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അതൊരു പരിധിവരെ നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം ഈ ചാനലും ഇപ്പോൾ കൊണ്ടു പോകുന്നു. അപ്പോൾ 3 വർഷം മുമ്പ് ഇത്രയ്ക്കും അങ്ങനെ എങ്ങനെ അങ്ങോട്ട് ആകും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചത്. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, എങ്ങനെ ഞാൻ അവിടം വരെ എത്തുമെന്നുള്ളൊരു ചിന്തയിലിരുന്നപ്പം ദൈവം അനുഗ്രഹിച്ച് പെട്ടെന്ന്, എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെയാണ് എത്താനായിട്ട് സാധിച്ചു. ഇനി ആ കടമ്പയൊന്ന് കടന്നു കിട്ടിയിട്ട് പിന്നെ റവന്യൂവിലേക്ക് ശ്രദ്ധിക്കണം. എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് വരുമാനം കിട്ടിയാൽ മാത്രമാണ് എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ കുറച്ച് അധികം എന്നെക്കൊണ്ട് പറ്റുന്നതിലേറെ എന്നുള്ള രീതിയിൽ കടബാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയത്. ഈ ചാനൽ തുടങ്ങിയതും എൻ്റെ കടബാധ്യതകളിൽ നിന്നും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒന്ന് കടങ്ങളില്ലെങ്കിൽ തന്നെയാണല്ലോ നമുക്കൊന്ന് മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുക. കടം ഉള്ള ഒരാൾ ഒരിക്കലും ഒരു ജീവിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. അതൊരിക്കലും ഒരു ജീവിതമല്ല. എന്നാൽ കടമില്ലാത്ത മനുഷ്യനുമില്ല. പക്ഷേ നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള കടങ്ങളൊക്കെ ആണെങ്കിലാണ് നമുക്ക് മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. ഇത് ഞാൻ ഇനിയും കുറേ കാലം ആഞ്ഞു പിടിച്ചാൽ മാത്രം നല്ല ആഹാരം കഴിക്കാണ്ടും നല്ല വസ്ത്രം ധരിക്കാണ്ടും നല്ല ഓർണമെൻറ്റ്സ് ഇല്ലാണ്ടും ഒക്കെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ്, കുറച്ച് കാലം കൂടി അങ്ങനെ പോയാൽ മാത്രമേ എൻ്റെ കടങ്ങളിൽ നിന്ന് എനിക്ക് കര കയറാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനും കൂടി ഒരു ഉപാധിയായിട്ടാണ് ഞാൻ ഈ ചാനൽ കണ്ടത്. ജോലി കയറിയിട്ട് 26 വർഷമാവുന്നു. അപ്പോൾ അതിനൊപ്പം പല തൊഴിലുകളും നോക്കി. പക്ഷെ ഒന്നും അങ്ങോട്ട് സക്സസ് ആയില്ല. കാരണം നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ഏതൊരു തൊഴിലാണെങ്കിലും അർപ്പിച്ചാൽ മാത്രമേ ആ ഒരു തൊഴിൽ ഏതായാലും സക്സസ് ആവുകയുള്ളൂ.
പക്ഷേ എനിക്ക് ഇതും അതും പിന്നെ എൻ്റെ വീടും എൻ്റെ മക്കളും എല്ലാം കൂടി ആയപ്പോൾ ഏതെങ്കിലും ഒന്ന് എന്നുള്ള രീതിയിൽ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ സ്ഥിരം തൊഴിലായ എൻ്റെ ജോലി കളയാതെ അങ്ങനെ പോന്നു. ബുദ്ധിമുട്ടുകൾ തന്നെ, നല്ല സാമ്പത്തിക ഞെരുക്കം. എത്രയോ തവണ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല. ക്രൂര അമ്പുകളൊക്കെ ഇങ്ങനെ വാക്കുകളാലൊക്കെ പലരിൽ നിന്നും പൈസയ്ക്ക് പൈസ തന്നെ വേണ്ടേ, അങ്ങനെ 5 പൈസ വായ്പ ചോദിക്കുന്ന സമയത്തും ഒക്കെ അങ്ങനെ ഉള്ള കൈകൾ തന്നെ അയ്യോ ഇല്ല കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ കരകയറി വന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് നോർമൽ അവസ്ഥയിലേക്ക് പഴയതിൽ നിന്നും ഞാൻ എത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. എനിക്ക് മക്കൾ രണ്ടാമതും സേഫായി. ഇനിയിപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ കടബാധ്യതകളൊന്നും ഒഴിവായി കിട്ടിയാൽ ഞാനും ഓക്കെ ആവും. പക്ഷെ അതുവരത്തേക്ക് ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് പോലും തന്നെ ഇപ്പോൾ ഞാൻ സംശയിച്ച് പോകുന്നുണ്ട് കേട്ടോ. കാരണം അത്രയ്ക്കും എന്നെ എന്താണ് തളർത്തുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. നല്ലൊരു ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടി പോലും എന്താ അലക്ക് തീർന്നിട്ട് ചരിക്കാൻ നേരമില്ല എന്ന് പറയുന്നത് പോലെ അതിനൊന്നും മാറ്റി വയ്ക്കാൻ ഇപ്പോൾ സമയമോ സാഹചര്യങ്ങളോ സാമ്പത്തികമോ ഒന്നുമില്ല. അപ്പോൾ ഈ വണ്ടി ഇങ്ങനെ ഓടുന്നിടത്തോളം ഓടട്ടെ എന്നുള്ളൊരു മനോഭാവമാണ് എനിക്കിപ്പോൾ. യൂട്യൂബിൽ നിന്നും എന്തെങ്കിലും കിട്ടി അങ്ങനെ എൻ്റെ പ്രശ്നങ്ങളെല്ലാം ഒഴിവായിട്ട് വേണം എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു വസ്ത്രം ധരിക്കാനും നല്ലൊരു ജോഡി ചെരുപ്പിടാനും എല്ലാം നല്ല ഭക്ഷണം കഴിക്കാനും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഒരു നല്ല ഡോക്ടറെ കാണണം, കൃത്യമായിട്ട് മെഡിക്കൽ ചെക്കപ്പുകൾ വേണം. ഇങ്ങനെ കുറേ ആവശ്യങ്ങൾ എൻ്റെ മുന്നിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്നിരുന്നാൽ പോലും ഞാൻ വീഡിയോ ഇടുന്നതിൽ ഒരു അനാസ്ഥ എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അതിനൊക്കെ കാരണം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, അത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. വീണ്ടും കാണാം.